പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നത ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. സ്വതന്ത്രനായ കർത്താവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വതന്ത്രനായ കർത്താവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരായ മനുഷ്യരെ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വതന്ത്രനായ കർത്താവേ, അങ്ങയുടെ നാമം ഉച്ചരിക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഇരുപത്തിയേഴിലുള്ള തിരുവചനങ്ങൾ. അവർ എത്തിയിരുന്ന ഗ്രാമത്തിലോടടുത്തു. അവനായി യാത്ര തുടരുകയാണെന്ന് വായിച്ചു. അവരവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടി താമസിക്കാൻ. നേരെ വഴിയിൽ പകൽ അസ്തമയമായി അവൻ അവരോടുകൂടി താമസിക്കുവാനായി അവരോട് ഭക്ഷണം എത്തിയിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് അവർ കൊടുത്തു. അപ്പോൾ അവരുടെ അവനെ തിരിച്ചറിഞ്ഞ് ഭക്ഷണം അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം വഴിയിൽ വെച്ച് അവൻ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു പോയി. അവിടെ കൂടിയിരുന്ന 11 പേരെ അവരോടുണ്ടായവരെയും കർത്താവ് സത്യമായി ഉയർത്തുകയും ശിവയോട് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും
വച്ചിരിക്കുവിൻ. ആരാധിക്കുന്നു
പരസ്പരത്തിനെയും